ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഞാൻ ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. അപ്പോൾ ജയ്പൂരിൽ നിന്ന് ഇവിടെയാണ് വന്ന് ഇറങ്ങിയത്. ഞാൻ AC വെയിറ്റിംഗ് ഹാളിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് കുളിച്ച് പുറത്ത് വന്നിരിക്കുകയാണ്. കാവൻസിൻ്റെ കോൾഡ് ലാറ്റയും പിന്നെ ചോക്കോസാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് 2 മണിക്കാണ് എൻ്റെ ട്രെയിൻ. അപ്പോൾ അതുവരെ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. നോക്കാം. അടിപൊളി പണിയിട്ടായിരിക്കണത്. എൻ്റെ നാട്ടിലേക്കുള്ള ടിക്കറ്റ് ക്യാൻസലായി. വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു ഗൈസ്. വെയിറ്റിംഗ് ലിസ്റ്റ് കുറഞ്ഞൊക്കെ കാണിച്ചു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ്സ് ക്യാൻസൽ. ഞാനിപ്പോൾ ഡൽഹിയിലാണ്. എന്താ ചെയ്യാന്നറിയില്ല. What to do? My God. ഒരു തത്കാൽ ടിക്കറ്റ് ഒന്നുമില്ല. ഉണ്ടെങ്കിലും നാളൊക്കെ ഉണ്ടാവുള്ളൂ. ഉണ്ടെങ്കിലും നാളൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ ഇന്ന് എവിടെ നിൽക്കും? ഞാൻ എന്താ ചെയ്യുക? ഞാൻ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ എത്തി. ഒരു വഴിയില്ല. ഓൺലൈനിൽ നിന്ന് തത്കാലിട്ടൊന്നും. ഞാനിപ്പോൾ ഇനിയിപ്പോൾ ഇവിടുത്തെ റിസർവേഷൻ കൗണ്ടറിൽ പോയി ഒന്ന് ചോദിച്ചു നോക്കട്ടെ, ടിക്കറ്റ് കിട്ടും. അല്ലെങ്കിൽ ഞാൻ ശരിക്കും ലോക്കോ. എനിക്കിവിടെ നിൽക്കണമെന്നേ ഇല്ല. ഒരു ട്രെയിൻ ടിക്കറ്റ് കിട്ടാനില്ല. ഇവിടെ IRCB ബിൽഡിങ്ങിൽ പോയിട്ട് സ്ലീപ്പറെങ്കിലും കിട്ടുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞ് അവിടെ ടിക്കറ്റ് കൗണ്ടറിന്. അതുകൊണ്ട് അങ്ങോട്ട് എടുക്കണം. ഏതാ ടൈമിങ്? ഒരു രക്ഷയില്ല. ടിക്കറ്റ് കിട്ടാൻ ഒരു രക്ഷയില്ല. ഞാൻ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തത്കാലിലൂടെ പോയി ക്യൂ നിന്ന് എന്നിട്ടും കിട്ടിയില്ല. ഇനിയിപ്പോൾ ഹസ്രത്ത് നിസാമുദ്ദീനിൽ ഞാൻ ബുക്ക് ചെയ്ത ട്രെയിൻ തന്നെ ജനറൽ തന്നെ എടുത്തിട്ട് TT എൻ്റെ കൈയും കാലും പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. കാരണം അല്ലാതെ ഞാനിവിടെ ഞാൻ നിന്നു. കാരണം നാളത്തേക്ക് ഇവിടെ തത്കാലത്തേക്ക് ചോദിച്ചിട്ട് നാളത്തേക്ക് പോലും ഇല്ല. പിന്നെ ഞാനിവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാ എനിക്കറിയില്ല. ലൈക്ക് ടിക്കറ്റ് കിട്ടാണ്ട് എത്ര ദിവസം ഇവിടെ നിൽക്കേണ്ടി വരുന്നു. അപ്പോൾ എങ്ങനെയും നാട്ടിൽ പോകാൻ നോക്കട്ടെ. റൗണ്ട് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. എനിക്ക് ആലോചിക്കാൻ വയ്യ ജനറലിൽ കയറി വരുന്നത്. എന്നെ കൊണ്ട് പറ്റില്ല ജനറലിൽ. ഫൈനലി ഞാൻ കേരള എസ് കാൻട്രി എക്സ്പ്രസിൻ്റെ AC കോച്ചിൽ കയറി ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് എന്നിട്ട് ഫൈൻ ഓടിച്ച് നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വേറൊരു വഴിയുമില്ല. സ്ലീപ്പറിലും ജനറലൊന്നും കയറാൻ പറ്റില്ല. എനിക്ക് അത്യാവശ്യം ഹെൽത്ത് ഇഷ്യൂ വന്നു. അപ്പോൾ എന്നെക്കൊണ്ട് നടക്കില്ല ജനറൽ വരാൻ. സീറ്റൊന്നും ഇല്ല. ഇനി അടുത്ത ആൾ വരുമ്പോൾ ഇവിടെ നോയിട്ട് പോകണം. അങ്ങനെ അവസ്ഥയിലാണ്. വ്ളോഗ് എടുക്കാനോ അല്ലെങ്കിൽ വിശേഷം പറയാനോ ഒന്നുള്ളൊരു മൂഡിലല്ല. മൊത്തത്തിൽ ഡണ്ണാണ്. ട്രിപ്പ് കഴിഞ്ഞു. ഞാൻ ആക്ച്വലി തമിഴ്നാട് പോയിട്ട് മധുരൈ പോകാമെന്നൊക്കെ വിചാരിച്ചത് കഴിഞ്ഞിട്ട്, പക്ഷേ മധുരൈ പോക്ക് നടക്കും തോന്നിയില്ല. അത്രയ്ക്കും വയ്യ. അപ്പോൾ ഡയറക്റ്റ് നാട്ടിലേക്ക് പോയിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. അപ്പോൾ ഞാൻ ഇപ്പോഴാണൊന്ന് സെറ്റിൽ ഡൗൺ ആയത്. സംഭവം എന്താ വെച്ചാൽ എൻ്റെ നാട്ടിലേക്കുള്ള ടിക്കറ്റ് ക്യാൻസലായിപ്പോയി. ഇന്നലെ രാവിലെ ഞാൻ രാജസ്ഥാനിൽ നിന്ന് ഡൽഹി എത്തിക്കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഡൽഹിയിൽ നിന്ന് ട്രെയിൻ എടുത്ത് നാട്ടിൽ വരുന്നതായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ ഞാനിങ്ങനെ വെയിറ്റിംഗ് റൂമിലിരിക്കുമ്പോഴാണ് എൻ്റെ ടിക്കറ്റ് ക്യാൻസലായത്. സംഭവം ലൈക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു ടിക്കറ്റ്. അപ്പോൾ ഡൽഹിയിൽ എനിക്ക് സ്റ്റേ ചെയ്ത് അവിടെ നിൽക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഒന്നും സത്യം പറഞ്ഞാൽ ഇല്ല. അപ്പോൾ എനിക്ക് ആകെ മൊത്തം പാനിക്കായി. കാരണം എങ്ങനെ നാട്ടിൽ വരും? ജനറലിൽ കയറി വരേണ്ടി വരുമോ? ജനറലിലെ അവസ്ഥ അറിയാലോ. എനിക്ക് ജനറലിൽ കയറി വരാനൊന്നും പറ്റില്ല. കുറച്ച് ബുദ്ധിമുട്ടാണ്. മൊത്തം നോർത്തിൽ നിന്നുള്ള ആൾക്കാരും പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കും. ഒറ്റയ്ക്കും ആയതുകൊണ്ടും ജസ്റ്റ് ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ പോലും മര്യാദയ്ക്ക് പറ്റത്തില്ല. അപ്പം ആ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്നലെ നിന്നിട്ട് എന്തായെന്ന് അറിയാമോ വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഞാൻ ടിക്കറ്റ് ക്യാൻസലായി കഴിഞ്ഞപ്പം റിസർവ്ഡ് ടിക്കറ്റ്സ് ഉണ്ട്. അതായത് നാളത്തേക്കുള്ള തത്കാലം ബുക്ക് ചെയ്യാൻ പറ്റുമല്ലോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ പോയി നിന്ന് കഴിഞ്ഞപ്പോൾ
എത്തിയപ്പോൾ അവർ ക്യൂ നിൽക്കാനൊക്കെ പറഞ്ഞ് ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് AC ഓപ്പണായി 2 മിനിറ്റ് കഴിഞ്ഞത് അവർ പറഞ്ഞു ഇല്ല ഇറ്റ്സ് ഓവർ, പൊക്കോ എന്നൊക്കെ പറഞ്ഞ് ഇതാക്കി. അപ്പോൾ നാളത്തേക്കുള്ള ടിക്കറ്റും ഇല്ല, പിന്നെ മറ്റന്നാൾ ഇത് തന്നെയായിരിക്കും അവസ്ഥ. അപ്പം ഞാൻ അവിടെ നിന്ന് പോകേണ്ടി വരും എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ജനറൽ എടുത്തിട്ട് സ്ലീപ്പറിലോ AC കയറി TTRൻ്റെ കയ്യും കാലും പിടിച്ച് കൺവേർട്ട് ആക്കാമെന്നുള്ള പ്ലാനിൽ എങ്ങനെയും നാട്ടിലെത്താമെന്നുള്ള സ്കീമിൽ നേരെ പോയി ടിക്കറ്റ് എടുത്തത് റെയിൽവേൻ്റെ ടിക്കറ്റ് അല്ലായിരുന്നു. എന്ന് വെച്ചാൽ ഈ ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോൾ നമ്മൾ ആ പ്ലാറ്റ്ഫോം 1 കയറുമ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് അൺറിസർവ്ഡ് ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടോ. അതൊക്കെ ഏജൻസീസ് ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് ഒരു 100-200 കൂട്ടി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതാണ് ടിക്കറ്റ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ അവിടെ പോയി ടിക്കറ്റ് എടുത്ത് അപ്പം എൻ്റെ 10-200 രൂപ എക്സ്ട്രാ പോയി. ഈ നാട്ടിലേക്ക് ഇവിടുന്ന് 680 രൂപയാണ്, എൻ്റെ അടുത്ത് നിന്ന് 750 രൂപയോ അങ്ങനെ എന്തോ അവൻ വാങ്ങിച്ചു. ഞാൻ പിന്നെ പോട്ടെ എന്ന് വെച്ച് അങ്ങനെ വിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ലൈക്ക് റെയിൽവേൻ്റെ ടിക്കറ്റ് കൗണ്ടർ കാണുന്നത്. നമ്മൾ ഈ ടിക്കറ്റ് റിസർവ്ഡ് ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോൾ അവിടെ കുറേ ഏജൻസിക്കാർ നിൽക്കുന്നുണ്ടാവും. നിങ്ങൾ ഡൽഹിയിൽ വരികയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഇന്നലെ എൻ്റെ കൂടെ ട്രെയിനിൽ കയറി കുറേ ആൾക്കാർ പെട്ടിട്ടുണ്ട് ഈ കാരണം കൊണ്ട്. സംഭവം ഇവന്മാർ വന്നിട്ട് അതായത് ഇവർക്ക് ഏജൻസിക്കാർ നിങ്ങളെ അപ്രോച്ച് ചെയ്തിട്ട് നിങ്ങളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകും. അതായത് ഈ ട്രാവൽ ആൻഡ് ടൂറിസം പോലത്തെ ഒരു സംഭവം അവിടെ കൊണ്ടുപോയിട്ട് പറയും ടിക്കറ്റൊക്കെ ഉണ്ട്, കൺഫേംഡ് ആണ്, നിങ്ങൾ ഇത്ര രൂപ അടയ്ക്കണം, അടച്ചു കഴിഞ്ഞാൽ നമ്മൾ കൺഫേം ടിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കയറ്റി എഴുതുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ സംഭവം എടുത്തിരുന്ന വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ടിക്കറ്റ് തന്നെയാണ്. അപ്പോൾ ഇവർ നമ്മളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കും. എന്നിട്ട് ഇന്നലെ എന്നെ അങ്ങനെ 2 സ്ഥലത്ത് 2 ചേട്ടന്മാർ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ഇവരുടെ സ്കീം എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ അവരുടെ കൂടെ പോയി നോക്കിയപ്പോൾ ഇവർ ലിറ്ററലി സിസ്റ്റം എടുക്കും, എന്നിട്ട് ഇതാ ഈ ട്രെയിനില്ലേ ആ ട്രെയിനില്ലേ എന്നെല്ലാം പറഞ്ഞ് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ടിക്കറ്റ് എടുത്ത് തരും. എടുത്തത് നമ്മുടെ നിന്ന് ഒരു 3500-4000 രൂപ വാങ്ങും. എന്നിട്ട് ട്രെയിനിൽ കയറി കഴിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ അവരെടുക്കില്ല, അത് കൺഫേംഡ് ടിക്കറ്റ് അല്ല. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് ടിക്കറ്റ് കൺഫേം കിട്ടുമല്ലോ എന്നുള്ളൊരു പാനിക്കിൽ വേഗം പോയി ചാടിക്കറി എടുത്ത് പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ ജനറൽ ടിക്കറ്റ് എടുത്ത് AC കയറി ഫൈൻ അടച്ചു. കാരണം വേറെ വഴിയില്ല. അപ്പം സീറ്റ് കൺഫേം ആയിട്ട് കിട്ടുമെന്നില്ല, പക്ഷെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കാം. ലൈക്ക് സീറ്റ് ഇല്ലാത്ത സമയത്ത് അവിടെ ഇരിക്കാം, സീറ്റുള്ള സമയത്ത് സീറ്റ് എന്താ പറയുക വേക്കൻ്റ് അല്ലാത്ത സമയത്ത് നിൽക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ടീച്ചർ പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചാൽ എങ്ങനെയും ഒന്ന് AC നാട്ടിലെത്തിയാൽ മതി. കാരണം ജനറലിൽ കിടന്ന് എനിക്ക് കഷ്ടപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ ഓക്കെ ഫൈൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ പക്ഷേ ഇന്നലെ എനിക്ക് ബർത്ത് മൊത്തം കിട്ടി, രാത്രി മൊത്തം ഞാൻ കിടന്ന് ഉറങ്ങി സെറ്റായിരുന്നു. അപ്പം ഇന്നെന്താ അവസ്ഥ എന്ന് അറിയില്ല. ഇപ്പം നമ്മൾ ലൈക്ക് വിൻഹിയർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. ഐ തിങ്ക് ഗോവ, ഇത് വേറെ വഴി പോകുന്ന ട്രെയിനാണ്, ഗോവ വഴി പോകുന്ന ട്രെയിനാണ്. ഗോവ, മംഗളൂരു, ഉടുപ്പി, കാസർഗോഡ്, കോഴിക്കോട്, തൃശ്ശൂർ അങ്ങനെ പോകുന്ന ട്രെയിനാണ്. അപ്പോൾ ഗോവ എത്താൻ ആകെ ഇനി 4 മണിക്കൂറും കൂടി ഉള്ളൂ തോന്നുന്നുണ്ട്. ഗോവയിൽ ഇറങ്ങാനുള്ള ത്വര വല്ലാതെ കൂടുതലാണ് എനിക്ക്. സത്യം പറഞ്ഞാൽ നാട്ടിൽ പോകണമെന്നൊന്നും ഇല്ല, ഗോവയിൽ ഇറങ്ങി 2 ദിവസം അവിടെ കറങ്ങി നിൽക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇനി ഞാൻ നാട്ടിൽ പോയില്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെ പുറത്താക്കുക. ക്യാഷില്ല, വേറെ കാര്യം അവിടെ പോയി കറങ്ങാനുള്ള ക്യാഷും ഇല്ല കയ്യിൽ. അപ്പോൾ പോകണം നല്ല കൊണ്ടിട്ടാ, കാരണം എന്തായാലും ഗോവ വഴിയാണല്ലോ പോകുന്നത്. അപ്പോൾ അങ്ങനെ എന്തായാലും ഇനി ഗോവ പോയതാണ്, എന്തായാലും ഒറ്റയ്ക്ക് പോയാലോ അങ്ങനെ. അപ്പോൾ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഇങ്ങനെ ഇവന്മാർ ഏജൻസിക്കാർ കൊണ്ടുപോയി കഴിഞ്ഞാൽ യാതൊരു വശാലും അവിടുത്തെ ടിക്കറ്റ് എടുക്കരുത്. നിങ്ങൾ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് വേണമെങ്കിൽ അത് TTR കൊടുത്തിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്നെങ്കിലും നോക്കുക. പക്ഷേ ഈ ഏജൻസിക്കാർ ഫുള്ള് ഉടായിപ്പാണ്. എൻ്റെ കൂടെ കയറിയ 3 ചേട്ടന്മാർ ഇതുപോലെ 3600 സംതിങ് കൊടുത്തിട്ട് കയറിയിട്ട് TTR പറഞ്ഞു ഇത് വാലിഡേ അല്ല, ഇങ്ങനൊരു ടിക്കറ്റേ ഇല്ല, നിങ്ങൾ എക്സ്ട്രാ ഫൈൻ പേ ചെയ്യണം. അതായത് ഞാൻ കൊടുത്ത പോലെ 3350 രൂപ എക്സ്ട്രാ പേ ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് AC ഇരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ വീണ്ടും 3300. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, മൊത്തം ഒരു 10-10000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ഫ്ലൈറ്റിൽ പോകാമായിരുന്നു ഇവർക്ക്. അപ്പം ഇങ്ങനെയുള്ളൊരു സ്കാമൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അത്. ഇന്നലെ കുഴപ്പമുണ്ടായില്ല, സേഫായിട്ട് കിടക്കാൻ പറ്റി. ഇപ്പം ഇന്ന് രാത്രിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ എത്തും ഞാൻ രാവിലെ ആകുമ്പോൾ. ഇന്ന് രാത്രി എങ്ങനെയാണെന്ന് അറിയില്ല. ഗുഡ് മോർണിംഗ് ഗായ്സ്, നാട്ടിലെത്തി ഗായ്സ്. ഇവിടെ മൊത്തം മഴയാണല്ലോ, നല്ല രസമുണ്ട്. 2 ദിവസം വീടെടുക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലൊന്നും അല്ലായിരുന്നു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല കുരങ്ങൻ ചാടി കളിക്കുന്ന പോലെ ചാടി കളിച്ചുകൊണ്ടിരിക്കുന്നത്, സീറ്റ് കൺഫേം ആവാത്തതുകൊണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ അവിടെ ഇവിടേക്ക് ഇരുന്ന് ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല മര്യാദയ്ക്ക്. പക്ഷേ ഇന്ന് നാട്ടിലെത്തിയപ്പോൾ ഒരു ഉഷാറൊക്കെ ഉണ്ട്. ഇനി വീട്ടിൽ പോയിട്ട് അത് കുളിച്ച് റെഡിയായി
അടുത്തുള്ള എവിടെയെങ്കിലൊക്കെ പോയിട്ട് ഇങ്ങനെ വെറുതെ പീസായിട്ടിരിക്കണം. അപ്പോൾ എൻ്റെ ട്രാവലിംഗ് വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഇനിയും ഞാൻ വരും, ഇനിയും ഞാൻ പോകും, ഇനിയും ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അതുവരെ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, ഷെയർ. ഓക്കെ, ബൈ.